ഇറാനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുക എന്നതോ പരാജയപ്പെടുത്തി ആധിപത്യം ഉണ്ടാക്കുക എന്നതോ എളുപ്പമുള്ള കാര്യമല്ലെന്ന് അമേരിക്കയുടെ വിദേശകാര്യ വക്താവ് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. അഭിമുഖവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനിടയിലാണ് എളുപ്പത്തിൽ കീഴ്പ്പെടുത്താൻ പറ്റുന്ന രാജ്യമായിട്ട് ഇറാനെ തങ്ങൾ മനസ്സിലാക്കുന്നില്ല. യുദ്ധത്തിന് മുൻപ് ചെറിയ പ്രതീക്ഷയുണ്ടായിരുന്നു. യുദ്ധം തുടങ്ങിയതിന് ശേഷം അതിൻ്റെ റൂട്ടുകൾക്കൊക്കെ വലിയ മാറ്റങ്ങളുണ്ടായി. യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിൽ ഇറാൻ ഒറ്റക്കല്ല എന്നുകൂടി അദ്ദേഹം പരാമർശിക്കുന്നു. അതോടൊപ്പം രാഷ്ട്രീയ നിരീക്ഷകർ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായ രീതിയിൽ ഇപ്പോൾ പഠിച്ചു വരികയാണ്. ലോകം മുഴുവൻ ഇപ്പോൾ പഠിക്കുന്നത് ഇറാനെക്കുറിച്ചാണ്. എന്താണ് ഇറാൻ, ആരാണ് ഇറാൻ, എന്തുകൊണ്ട് ഇങ്ങനെ സാധിക്കുന്നു? ലോക ചരിത്രത്തിൽ ഇതിന് സമാനമായിരിക്കുന്ന ഒരു സംഭവം എവിടെയും ഉണ്ടായിട്ടില്ല. ഇറാഖൊക്കെ പരമാവധി ഒരു 10-12 ദിവസമാണ് അവരുടേതായിരിക്കുന്ന പ്രൗഢമായിരിക്കുന്ന ശക്തിയിൽ പിടിച്ചു നിന്നത്. എന്നിട്ടും അവർ വല്ലാതെ ആക്രമിച്ചിട്ടില്ല. സൗദി ആക്രമിച്ചു, കുവൈറ്റ് ഏതായാലും പിടിച്ചടക്കി. അങ്ങനെ ഒറ്റപ്പെട്ട 2-3 അറേബ്യൻ രാജ്യങ്ങളെയും പിന്നീട് ഇസ്രായേലിനെയും ഒരു 10-20ഓളം മിസൈലുകൾ ഇസ്രായേലിലേക്ക് വിട്ടുതൊഴിച്ചാൽ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ അത് അവസാന ഘട്ടത്തിലുള്ള പ്രയോഗമായിട്ട് മാത്രമാണ് ഇറാനെ ചെയ്തത്. തങ്ങൾക്ക് ഏതായാലും നിലനിൽക്കാൻ പറ്റുന്നില്ല, പരമാവധി ചെയ്യട്ടെ എന്ന തരത്തിൽ. ഇറാൻ നേരെ വ്യത്യസ്തമാണ്. ഇറാൻ ആക്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇറാൻ അമേരിക്കയെ വെല്ലുവിളിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞത് 405 വർഷം അമേരിക്കയുമായി യുദ്ധം ചെയ്യാനുള്ള ശക്തിയും ധൈര്യവും ആയുധവും തങ്ങളുടെ കൈവശത്തിലുണ്ട്. നിങ്ങൾ തയ്യാറാണോ എന്നാണ് ചോദിക്കുന്നത്. മറ്റൊരു റിപ്പോർട്ടാണ് വളരെ പ്രാധാന്യമായിട്ട് ഇപ്പോൾ വരുന്നത്. 10 ആണവായുധം നിർമ്മിക്കാനുള്ള യുറേനിയം ഇറാൻ്റെ കൈവശത്തിലുണ്ട്. 450 കിലോഗ്രാം എന്ന് പറയുന്ന സമയത്ത് ഏറെക്കുറെ 10 ആണവായുധം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അത് അവരുടേത് ഇപ്പോൾ 60-ലെത്തിയിരിക്കുന്നു. അത് 90-ലെത്താൻ വേണ്ടിയിട്ട് ചെറിയ പ്രയോഗങ്ങൾ മാത്രം മതി. 90-ലെത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവർക്കത് ആണവായുധം പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. യുദ്ധത്തോടനുബന്ധിച്ച് റഷ്യയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ചർച്ച നടത്തിയിരുന്നു. ഈ യുദ്ധ സമാന സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനെ പറ്റിയാണ് റഷ്യ സംസാരിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. പുടിൻ നേരിട്ട് 1.5 മണിക്കൂറോളം സംസാരിച്ചു എന്നാണ് റഷ്യയുടെ മാധ്യമങ്ങളൊക്കെ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്നത്. ആ സമയത്ത് ഇങ്ങനെ ചോദിക്കപ്പെട്ടു, ഇറാൻ്റെ കൈവശത്തിലുള്ള സമ്പുഷ്ട യുറേനിയം തങ്ങളുടെ കൈവശത്തിൽ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങാം. പ്രശ്നപരിഹാരത്തിന് വേണ്ടി ചില ഫോർമുല എന്ന നിലക്ക് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുന്നോട്ട് വെക്കപ്പെട്ട നിർദ്ദേശത്തിൽ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളൊന്നാണ്. എന്നാൽ അത് അമേരിക്ക അനുവദിച്ചിട്ടില്ല. അതിന് അമേരിക്ക അനുവദിക്കാതിരിക്കാനുള്ള ഒരു കാരണം രാഷ്ട്രീയ നിരീക്ഷകരുടെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്നത്, അങ്ങനെ സമ്പുഷ്ട യുറേനിയം നിങ്ങളുടെ കൈവശത്തിലായാൽ ഇറാൻ ആണവായുധം പ്രയോഗിക്കില്ല എന്ന് എങ്ങനെ ഉറപ്പ് പറയാൻ പറ്റും? കാര്യം കൊറിയ ഇറാന് ആണവായുധം നൽകും. ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട്. യുദ്ധത്തോടനുബന്ധിച്ച് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം, ബദ്ധശത്രുവാണ് അമേരിക്ക ഈ കൊറിയയെ സംബന്ധിച്ചിടത്തോളം. കൊറിയ തിരിച്ചു അങ്ങനെ തന്നെയാണ്. ആ ശക്തിയെ ഇല്ലാതാക്കുക എന്നതിന് വേണ്ടിയിട്ട് ഏത് രീതിയിലുള്ള പ്രവൃത്തി ചെയ്യാൻ തങ്ങൾ തയ്യാറാണ്. 15,000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ തങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു, പ്രാക്ടിക്കൽ ചെയ്തിരിക്കുന്നു. അത് തങ്ങളുടെ അടുക്കളയിൽ നിന്ന് അമേരിക്ക ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ വാർഹെഡ് ആണവായുധം വഹിക്കാൻ പാകത്തിൽ ഞങ്ങൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കൈവശത്ത് എല്ലാം റെഡിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്ന സമയത്ത് ഈ യുദ്ധത്തിൽ ഇറാൻ ഒറ്റക്കല്ല എന്ന് ആവർത്തിച്ചുകൊണ്ട് പല രാഷ്ട്രീയ നിരീക്ഷകരും ഈ വിഷയത്തെക്കുറിച്ച് വിലയിരുത്തുന്നു. കാര്യം ഇറാൻ്റെ ധൈര്യവും ശക്തിയും പ്രയോഗങ്ങളും നിലപാടുകളും വളരെ വ്യത്യസ്തമാണ്. ഒരു ലോകരാജ്യം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിലെ 2-3 ദിവസം അല്ലെ 4-5 ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നീടുള്ള ആക്രമണങ്ങളെല്ലാം ശ്രദ്ധയോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയുമാണ് ചെയ്തത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇറാൻ്റെ ഈ പെട്രോൾ കെമിക്കൽ മേഖല ആക്രമിച്ചു. ആക്രമിക്കുന്ന സമയത്ത് അവരുടെ സൈനിക താവളം മാത്രമാണ് ആക്രമിച്ചത്. ഈ പെട്രോൾ നിർമ്മിക്കുന്ന മേഖലയോ അല്ലെങ്കിൽ കയറ്റുമതി ചെയ്യുന്ന ഏരിയയോ ആക്രമിച്ചിട്ടില്ല. അത് അമേരിക്ക പറയുകയും ചെയ്തു, അത് ഇറാൻ സ്ഥിരീകരിക്കുകയും ചെയ്തു. ശ്രദ്ധയോടുകൂടിയും കൃത്യതയോടും കൂടിയിട്ടാണ് അവരിപ്പോൾ ആക്രമണം നടത്തുന്നത്. ഇറാൻ അങ്ങനെയല്ല, ആക്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇറാനിൽ നേരെ ആക്രമിച്ചു ഒരു സ്കൂളിനെ ആക്രമിച്ച് 180ഓളം കുട്ടികൾ മരിച്ചതുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ അമേരിക്ക നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. അതായത് ഭീകര രാജ്യമായിരിക്കുന്ന ഇസ്രായേലിന് തത്തുല്യമായിരിക്കുന്ന രാജ്യമായി അമേരിക്ക മാറുന്നുണ്ട് എന്നുള്ളതും ജാതീയപരമായിരിക്കുന്ന ഒരു ആക്രമണം നടത്തുന്നുണ്ട് എന്നുള്ളതും അന്താരാഷ്ട്ര വേദിയിൽ ഇപ്പോൾ ചർച്ചയിൽ വന്നിരിക്കുകയാണ്, ആരോപിക്കപ്പെടുകയാണ്. അത് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ആദ്യ സമയങ്ങളിലെല്ലാം ആ മേഖലയിലുള്ള സൈനിക ക്യാമ്പിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് തങ്ങൾ ആക്രമണം നടത്തിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റിയിരുന്നു ട്രംപിന്.
എന്നാൽ അവിടെ ക്യാമ്പില്ല. ക്യാമ്പ് അവിടെ നിന്നും വിട്ടിട്ടാണ് ക്യാമ്പുള്ളത്. ഇത് 2 നില സ്കൂൾ കുട്ടികൾ പഠിക്കുന്ന, അതും ടീനേജ് പ്രായം 5 മുതൽ 12 വയസ്സ് വരെ പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജിനെ അപ്പാടെ നശിപ്പിച്ചു എന്ന് മാത്രമല്ല, അതിൽ ഏകദേശം 188 ആളുകൾ കൊല്ലപ്പെട്ടു. അതിൽ 5-8 അധ്യാപകർ വെച്ചാൽ ബാക്കിയെല്ലാം ഈ പറയപ്പെട്ട കുട്ടികളാണ്. ഈ രക്തത്തിന് തങ്ങൾ പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ്റെ പ്രസിഡന്റ് മെസൂദ് പെഷഷ്കിയാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ അതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇറാൻ്റെ ആത്മീയ നേതാവായിരിക്കുന്ന ആയത്തുള്ള അലി ഖംനായി കൊല്ലപ്പെടുന്നത്. അത് തങ്ങളുടെ രക്തം മുറിഞ്ഞ് ഒഴുകുന്നതിന് തുല്യം തന്നെയാണ്. തങ്ങളുടെ ജീവൻ ഇപ്പോഴും റോഡിൽ കിടന്ന് പിടക്കുന്നു. അതായത് ഇറാനികളുടെ, ഞങ്ങളെങ്ങനെ പ്രതികാരം ചെയ്യാതിരിക്കും? ഞങ്ങളുടെ നേരെ വന്നിരിക്കുന്ന ഈ അക്രമ രീതിയെ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ രാജ്യത്തിൻ്റെ അകത്ത് കയറിയിട്ട് അമേരിക്കയും ഇസ്രായേലും നടത്തപ്പെടുന്ന ഈ ഭീകരമായിരിക്കുന്ന പ്രവർത്തനത്തെ അതിന് പ്രതികാരം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് ഒരു രാഷ്ട്രം എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? ലോകം കാണും എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. അതിശക്തമായിരിക്കുന്ന ആക്രമണത്തിൻ്റെ പരമ്പര ഇസ്രായേലിന് നേരെ തങ്ങൾ നടത്തുന്നത് ലോകം കാണാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ലോകം കാണുമെന്നുള്ളത്. അതിന് മറുപടിയാണ് മസൂദ് പെഷഷ്കിയാൻ കാണുന്നത്. ഇപ്പോൾ ലോകം കാണുന്നുണ്ട് അമേരിക്കയുടെ ദയനീയമായിരിക്കുന്ന അവസ്ഥ, അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെയും. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ലോകത്ത് ചർച്ച ചെയ്യാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ഇറാൻ എന്ന് പറയുന്ന രാജ്യം ചർച്ച ചെയ്യാത്ത സമയങ്ങളില്ലാതെ വരികയും ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും തന്നെയാണ് ലോകം ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവർ പറഞ്ഞു വെക്കുന്നത്, ഏത് തരത്തിൽ നോക്കുകയാണെങ്കിലും ഇറാൻ്റെ കൈവശത്തിലേക്ക് ആണവായുധം കിട്ടിയാൽ അതവർ പ്രയോഗിക്കും എന്നുള്ളതാണ്. പ്രയോഗിക്കുമോ എന്നാണ് ചോദ്യം. പ്രയോഗിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം വലിയ രീതിയിൽ മുറിവേറ്റിരിക്കുന്നു, ആത്മാവിന് മുറിവേറ്റിരിക്കുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം. അത് ആയത്തുള്ള അലി ഖംനയുടെ മരണം, ഈ കുട്ടികളുടെ മരണം, ഈ 2 മരണം അവരെ സംബന്ധിച്ചിടത്തോളം വലിയ മുറിപ്പാടാണ്. രാജ്യത്തിനകത്ത് ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കി വളരെ എളുപ്പത്തിൽ രാജ്യത്തെ അട്ടിമറിക്കാം എന്നൊക്കെ അമേരിക്ക വിചാരിച്ചു. അതൊക്കെ വെറുതെ ആയിരുന്നു. മാത്രമല്ല, രാജ്യത്തിൻ്റെ അകത്ത് കയറിയിട്ട് ആത്മീയ നേതാവിനെ കൊലപ്പെടുത്തി എന്ന് പറയുന്നതിനോട് ഇറാനിലെ ഒരു പൗരന്മാർക്കും യോജിപ്പില്ല. ആശയപരമായോ അതല്ലെങ്കിൽ രാഷ്ട്രീയമായോ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം. പക്ഷേ ഒരു രാഷ്ട്ര നേതാവിനെ പരമാധികാരത്തിൽ കയറിക്കൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് അതിന് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളത് ഇറാനിലെ പ്രതിപക്ഷം പോലും പറയുന്നത് അത് ഒരേ കാര്യമാണ്. അതുകൊണ്ട് അവിടെ എന്തായി? പ്രക്ഷോഭ സമരങ്ങൾ അവസാനിച്ചു. ജനങ്ങൾ സർക്കാരിനോടൊപ്പം ചേർന്ന് നിന്നു. സർക്കാർ കൃത്യമായിരിക്കുന്ന നിലപാട് പറഞ്ഞു. അവരുടെ എല്ലാ പത്തായും തുറക്കപ്പെട്ടിരിക്കുന്നു. ഇനി സൂക്ഷിക്കപ്പെടാനുള്ള ആയുധങ്ങളെക്കുറിച്ച് നമ്മൾ പിന്നീടാണ് ചിന്തിക്കുക. നിലവിലുള്ള എല്ലാ ആയുധവും പരീക്ഷണാർത്ഥം അല്ലെങ്കിൽ ശത്രുവിൻ്റെ പക്ഷത്തേക്ക് നമ്മൾ അയച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇറാന് നേരെ അമേരിക്ക കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിന് പ്രത്യാക്രമണമായ രീതിയിൽ അബുദാബിയിലേക്കും ഖത്തറിലേക്കും ബന്ധപ്പെട്ട മേഖലയിലേക്കൊക്കെ അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണത്തിൻ്റെ പെരുമയെ വർഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു പ്രസ്താവന കൂടി ഇറക്കിയിരിക്കുന്നു. അത് അബുദാബി കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അമേരിക്കയുടെ പൗരന്മാർ നിലനിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾ മാറി നിൽക്കണം, തങ്ങൾ അവരെ ലക്ഷ്യം വെക്കാൻ പോവുകയാണ്. അങ്ങനെ ഒരു ഇറാൻ പറയുന്ന സമയത്ത് അമേരിക്കയുടെ ഇസ്രായേലിനെ പോലെയല്ല, കള്ളത്തരവും പൊള്ളത്തരവും ഇറാൻ പറയില്ല, പറയുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ. അതുകൊണ്ട് ഈ മേഖലയിൽ നിന്നിപ്പോൾ വലിയ രീതിയിൽ യുഎയിലെ പൗരന്മാർ സ്ഥലം മാറുകയോ മാറി താമസിക്കുകയോ ജോലി സംബന്ധമായ കാര്യം ഒഴിവാക്കുകയോ ചെയ്യുന്നുണ്ട് എന്ന റിപ്പോർട്ടും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുക. അപ്പോൾ സുരക്ഷിതത്വമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് അറേബ്യൻ മേഖലയിലുള്ള അമേരിക്കൻ പൗരന്മാർ മാറിയത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യമുണ്ടായതിനു ശേഷവും അറേബ്യൻ രാജ്യങ്ങൾ ഉണ്ടായതിനു ശേഷം ഇതാദ്യമായിട്ടാണ്. ലോകത്തിലെ ഏറ്റവും 1-ാം നമ്പർ പൗരന്മാർ തങ്ങളാണെന്ന് അഭിമാനം നടിക്കുന്ന അമേരിക്ക എന്ന് പറയുന്ന സർക്കാരും അതിൻ്റെ സംവിധാനവും ഓരോ അമേരിക്കൻ പൗരന്മാരെയും സംരക്ഷിക്കാൻ വേണ്ടി ഇപ്പോൾ പെടാപ്പാട് പെടുന്ന ഒരു ദയനീയ അവസ്ഥ അറേബ്യൻ രാജ്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കുന്നു. പകൽ വെളിച്ചം പോലെ കാണാൻ സാധിക്കുന്ന യാഥാർത്ഥ്യമാണ് ഈ പറയപ്പെട്ടത് എന്നുള്ളത് കൃത്യമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം, ഇറാൻ്റെ കൈവശത്തിലെ ആണവായുധം എത്തിയാൽ അത് പ്രയോഗിക്കില്ലെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. എത്തിച്ചു കൊടുക്കാൻ കൊറിയ തയ്യാറാണ്, അതവർ പറയുകയും ചെയ്തിട്ടുണ്ട്. എത്തിച്ചാൽ സ്വീകരിക്കാൻ ഇറാനും തയ്യാറാണ് എന്ന് പറയുന്ന സമയത്ത് സർക്കാരിൻ്റെ ഭരണകൂടം മറിയുന്ന ഏതെങ്കിലും ഒരു സാഹചര്യങ്ങൾ നിർഭാഗ്യവശാൽ ഉണ്ടായാൽ തീർച്ചയായിട്ടും ഇത്തരം പ്രയോഗങ്ങളും സംവിധാനങ്ങളും ഒക്കെ പുറത്തു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുകൂടി നമ്മൾക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും.